Students, today let us start our second module, and the chapter 4 is Lebesgue integration. This is the first section, first chapter in our module 2, and the first section 4.1 we are going to define and we are going to understand what is the meaning of a Riemann integral of a function. And before defining the Riemann integral of a function, let us define the lower and upper Dolbesch's sums. Okay, now we have a bounded real valued function f defined on the closed bounded interval ab, and p equal to x1, x0, x1 etc. xn be the partition of closed interval ab. ഇപ്പോൾ എന്താ കിട്ടിയിട്ടുള്ളത്? എഫ് ബൗണ്ടഡ് ആണെന്ന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ ആണ്, റിയൽ വാല്യൂഡ് ആണ്. അപ്പോൾ ഇൻഫിനിറ്റി മൈനസ് ഇൻഫിനിറ്റി വാല്യൂസ് ഇല്ല. എഫിൻ്റെ ഡൊമൈൻ എന്താണ്? ഒരു ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി ആണ്. ആ എ ബിനെ നമ്മൾ എ എന്ന് പറയുന്ന പോയിൻ്റ് എക്സ് നോട്ടും ബി എന്ന് പറയുന്ന പോയിൻ്റ് എക്സ് എന്നുമായിട്ട് കുറേ x1, x2 എക്സെട്ര xn എന്ന് പറയുന്ന കുറേ പാർട്ടീഷൻസ് ചെയ്തിട്ടുണ്ട്. x1, x2 എക്സെട്ര xn വരെ അല്ലേ. ഓക്കെ, ഈ പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട്. ഇപ്പം നോക്കി, ഇവിടെ ഇത് ഓരോന്ന് ഇൻ്റർവെല്ല കേട്ടോ. x0 to x1 ഒരു ഇൻ്റർവെല്ലുണ്ട്, x1 to x2 അടുത്തത്, x2 to x3 എക്സെട്ര. ഓക്കെ, അപ്പോൾ ആ ഇൻ്റർവെല്ലിനെ കുറേ കുട്ടി ഇൻ്റർവെൽസ് ആക്കി നമ്മൾ പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട്. ആ പാർട്ടീഷനാണ് നമ്മുടെ പി എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ലോവർ ആൻഡ് അപ്പർ ഡെൽബർഗ് സംസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഫോർ എഫ് വിത്ത് റെസ്പെക്ട് ടു പി. അപ്പോൾ ഓരോ പാർട്ടീഷനും കൺസിഡർ ചെയ്തിട്ടായിരിക്കും അല്ലേ. അപ്പോൾ ഇപ്പോൾ ഈ 0, 1 എന്ന് പറഞ്ഞ ഇൻ്റർവെല്ലിനെ ഞാൻ ആദ്യത്തത് ഒരു 1/4, 1/2, 3/4 സ്പ്ലിറ്റ് ചെയ്തു എന്ന് വിചാരിക്കേ. 0, 1 എന്ന് പറഞ്ഞ ഇൻ്റർവെല്ലിനെ കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു പാർട്ടീഷൻ. അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടായിരിക്കും ഒരു ഡെൽബർഗ് സം നമ്മൾ ചെയ്യാൻ പോകുന്നത്. അല്ലെങ്കിൽ നമ്മൾ അടുത്തത് ചെറിയ 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 ഇൻ്റർവെൽസ് ആയിട്ട് വേറെ ഈ 0, 1 എനിക്ക് പലതരത്തിൽ പാർട്ടീഷൻ ചെയ്യാം അല്ലേ. ഓക്കെ, സോ ദ ഡെൽബർഗ് സം ഫോർ എഫ് വിത്ത് റെസ്പെക്ട് ടു പി റെസ്പെക്റ്റീവ്ലി ബൈ എൽ ഓഫ് എഫ് പി. അപ്പോൾ ലോവർ ഡെൽബർഗ് സം എന്ന് പറയുന്നത് സ്മോൾ എം ഐ ഇൻറ്റു സിഗ്മ ഐ ഈക്വൽ ടു 1 to n സ്മോൾ എം ഐ ഇൻറ്റു എക്സ് ഐ മൈനസ് എക്സ് ഐ മൈനസ് 1. അപ്പോൾ ഈ എക്സ് ഐ മൈനസ് 1 എം ഐനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ആ പാർട്ടീഷൻ ഡിപ്പെൻഡ് ചെയ്യണമെന്ന് പറയുന്നത്. അപ്പർ ഡെൽബർഗ് സം എന്ന് പറയുമ്പോൾ സിഗ്മ ഈക്വൽ ടു 1 to n എം ഐ ഇൻറ്റു എക്സ് ഐ മൈനസ് എക്സ് ഐ മൈനസ് 1. അപ്പോൾ സ്മോൾ എം ഐ ക്യാപിറ്റൽ എം ഐ എന്താണെന്ന് അറിയണം അല്ലേ. അപ്പോൾ കണക്ട് ചെയ്യാൻ ലോവർ ഡെൽബർഗ് സമ്മിനെ എന്ന് പറയുന്ന ഈ സ്മോൾ എം ഐ എന്ന് പറയുന്നത് ഇൻഫീമം ഓഫ് എഫ് ഓഫ് എക്സ്. അപ്പോൾ ആ ഓരോ കുട്ടി ഇൻ്റർവെല്ലിലും എഫ് ഓഫ് എക്സ് അസൈൻ ചെയ്യുന്ന ഏറ്റവും ചെറിയ വാല്യൂ എന്താണോ, ഇൻഫീമം വാല്യൂ എന്താണോ, അതാണ് സ്മോൾ എം ഐ. ഓക്കെ, അപ്പോൾ x0, x1 എന്ന് പറയുന്ന ഇൻ്റർവെല്ലിലെ എഫ് ഓഫ് എക്സിൻ്റെ ഇൻഫീമം എന്താണോ അതാണ് m1 എന്ന് പറയുന്നത്. x1 അതായത് ഇവിടെ x1 മൈനസ് x0 ഇൻറ്റു m1 എന്ന് വരും. ഓക്കെ, അടുത്തത് x1, x2 എന്ന് പറയുന്ന ഇൻ്റർവെല്ലിലെ ഏറ്റവും ഇൻഫീമം വാല്യൂ എന്താണോ അതാണ് എൻ്റെ m2 എന്ന് പറയുന്നത്. ഇൻഫീമം എന്തായാലും ഇൻഫീമം എന്തായാലും മൈനസ് ഇൻഫിനിറ്റി ഒന്നും വരാൻ സാധ്യതയില്ല അല്ലേ, കാരണം അത് ബൗണ്ടഡ് ആണ്, റിയൽ വാല്യൂഡാണ്. അപ്പോൾ എന്തായാലും ഒരു ഫൈനൈറ്റ് വാല്യൂ ആണ് വരുള്ളൂ. അതേപോലെ ക്യാപിറ്റൽ എം ഐ എന്ന് പറയുന്നത് ഈ ഓരോ ഇൻ്റർവെല്ലിൽ സുപ്രീമം വാല്യൂ. ഓക്കെ, ഇനി ഇത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ലോവർ ആൻഡ് അപ്പർ റീമാൻ ഇൻ്റഗ്രൽ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. റീമാൻ ഇൻ്റഗ്രൽ ആണെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ടിങ്ങിൽ ഒരു R എന്ന് എഴുതിയിട്ടുണ്ട്. ലോവർ സമ്മാന്ന് കാണാൻ വേണ്ടിയിട്ട് ഇൻ്റഗ്രലിൻ്റെ ലിമിറ്റ് a to b തന്നെയാണ് അല്ലേ. ലോവർ സമ്മാന്ന് കാണിക്കാൻ വേണ്ടി ഒരു ബാർ ദേ ഇൻ്റഗ്രലിൻ്റെ എയുടെ സൈഡിലുണ്ട്, അതായത് ലോവർ ലിമിറ്റിൻ്റെ അടുത്തിൽ. ലോവർ ഇൻ്റഗ്രൽ, ലോവർ റീമാൻ ഇൻ്റഗ്രൽ ഓഫ് എഫ് എന്നാണ് ഇതിനെ വിളിക്കുക കേട്ടോ. ലോവർ റീമാൻ ഇൻ്റഗ്രൽ ഈസ് എ സുപ്രീമം ഓഫ് എൽ പി എഫ്. അങ്ങനെ ഓരോ ഇൻഫീമം വാല്യൂസ് ഒക്കെ എടുത്ത് എം ഐ ഇൻറ്റു എക്സ് ഐ മൈനസ് എക്സ് ഐ മൈനസ് 1 സമ്മ് കണ്ടുപിടിച്ചില്ലേ. അങ്ങനെ എടുക്കാൻ പറ്റുന്ന എല്ലാ പാർട്ടീഷൻസും എടുത്ത് അങ്ങനെ എല്ലാ എൽ പി എഫുകളുടെയും സുപ്രീമം വാല്യൂ ആണ് ലോവർ റീമാൻ ഇൻ്റഗ്രൽ. അതേപോലെ അപ്പർ ഡെൽബർഗ് സം കണ്ടുപിടിച്ചു, അങ്ങനെയുള്ള എല്ലാ പാർട്ടീഷൻസും കൺസിഡർ ചെയ്ത് അങ്ങനത്തെ വാല്യൂസിൻ്റെ ഇൻഫീമം വാല്യൂ ആണ് അപ്പർ റീമാൻ ഇൻ്റഗ്രൽ ഓഫ് എഫ് എന്ന് പറയുന്നത്. ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ നമ്മൾ ആ ഫംഗ്ഷനെ റീമാൻ ഇൻ്റഗ്രൽ ഫംഗ്ഷൻ എന്ന് പറയും. നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്യും? റീമാൻ ഇൻ്റഗ്രൽ ഓഫ് a to b എഫ് എന്ന് ഡിനോട്ട് ചെയ്യും. ഓക്കെ, ദെൻ എഫ് ഈസ് റീമാൻ ഇൻ്റഗ്രബിൾ ഓൺ closed interval ab square, and the Riemann integral of f over ab is denoted by this one, Riemann integral of f. Next one ഒരു റിസൾട്ടാണ്, prove that the step function is Riemann integrable. നമുക്കിത് അടുത്തത് ആവശ്യമുണ്ട്, ഒരു റിസൾട്ടിലേക്ക് എത്താൻ കൂടി ആവശ്യമുണ്ട്. അപ്പോൾ സ്റ്റെപ്പ് ഫംഗ്ഷൻ റീമാൻ ഇൻ്റഗ്രബിൾ ആണെന്ന് പ്രൂവ് ചെയ്യാൻ പോവാണ്.
A real valued function psi defined on closed interval AB is called a step function provided there is a partition P x0 x1 etc. xn of closed interval AB and numbers C1, C2 etc. Cn such that for 1 less than or equal to I less than or equal to n. ഇതൊന്ന് ഓർമ്മ ഉണ്ടാവണം. ഇങ്ങനെയാണ് ഈ ഇൻ്റർവെൽസിനകത്ത് ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് നമുക്കിങ്ങനെ അസ്യൂം ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതാണ് സ്റ്റെപ്പ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് അല്ലേ. സ്റ്റെപ്പ് ഫംഗ്ഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. നമ്മൾ അതിൻ്റെ ലോവർ ഡബോക്സ് സമ്മ കാൽക്കുലേറ്റ് ചെയ്തു. അപ്പോൾ എന്താ വരിക, സിഗ്മ ഐക്കോൾ ടു 1 to n CI കോൺസ്റ്റൻ്റ് ആണ് ത്രൂ ഔട്ട് ഇൻ്റർവെല്ലുകളിൽ അല്ലേ. അങ്ങനെ വരുമ്പോൾ ഇൻഫീമം വാല്യൂ അതെ, സുപ്രീമം വാല്യൂ അതെ, കോൺസ്റ്റൻറ്റ് CI ആയിരിക്കും വരിക അല്ലേ. ഫസ്റ്റ് ഇൻ്റർവെല്ലിൽ x0 x1 എന്ന് പറഞ്ഞ ഇൻ്റർവെല്ലിൽ അത് C1 ആയിരിക്കും, x1 x2 എന്ന് പറഞ്ഞ ഇൻ്റർവെല്ലിൽ C2 ആയിരിക്കും എക്സിട്ര അല്ലേ. അപ്പോൾ ഇൻഫീമം സുപ്രീമം സെയിം ആയതുകൊണ്ട് സ്മോൾ എം ഐയും ക്യാപിറ്റൽ എം ഐയും ഓരോ ഇൻ്റർവെല്ലിലും സെയിം ആയതുകൊണ്ട് L of psi p which will be equal to U of psi p. ഓക്കെ, അപ്പോൾ ലോവർ ഡബോക്സ് സമ്മും അപ്പർ ഡബോക്സ് സമ്മും സെയിം ആകുമ്പോൾ എന്ത് വരും, ഓട്ടോമാറ്റിക്കായിട്ട് ലോവർ റീമാൻ ഇൻ്റഗ്രലും അപ്പർ റീമാൻ ഇൻ്റഗ്രലും സെയിം ആണ്. ദെർഫോർ ദിസ് ഈസ് എ സ്റ്റെപ്പ് ഫംഗ്ഷൻ ഈസ് റീമാൻ ഇൻ്റഗ്രൽ അല്ലേ. അപ്പോൾ ആ ഒരു നൊട്ടേഷനിലും നമുക്ക് എന്തെഴുതാം, എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എഴുതാം. അതായത് ലോവർ റീമാൻ ഇൻ്റഗ്രൽ ഓഫ് എഫ് ഈക്വൽ ടു സുപ്രീമം ഓഫ് റീമാൻ ഇൻ്റഗ്രൽ ഓഫ് A to B phi അല്ലേ. സ്റ്റെപ്പ് ഫംഗ്ഷൻ റീമാൻ ഇൻ്റഗ്രൽ ആയതുകൊണ്ട് അങ്ങനെ എഴുതാം. where phi is a step function and phi less than or equal to f. phi less than or equal to f ആവുന്ന തരത്തിലുള്ള എല്ലാ സ്റ്റെപ്പ് ഫംഗ്ഷൻസിൻ്റെയും റീമാൻ ഇൻ്റഗ്രൽ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്ത് അങ്ങനത്തതിൻ്റെ സുപ്രീമം വാല്യൂ ആയിരിക്കും ലോവർ റീമാൻ ഇൻ്റഗ്രൽ ഓഫ് എഫ്, അതുപോലെ അപ്പർ റീമാൻ ഇൻ്റഗ്രൽ ഓഫ് എഫ്. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം, ഇങ്ങനെയുള്ള സ്റ്റെപ്പ് ഫംഗ്ഷൻസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് psi ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എഫ്. ഡിറിഷ്ലെ ഫംഗ്ഷൻ ഇമ്പോർട്ടൻറ്റ് റിസൾട്ടാണ്. ഡിറിഷ്ലെ ഫംഗ്ഷൻ റീമാൻ ഇൻ്റഗ്രബിൾ അല്ലാത്ത ഒരു ഫംഗ്ഷനാണ്. അപ്പോൾ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കിയേ. നമുക്ക് ആദ്യം ഒരു കാര്യം പറയാം, എന്താണ്, ഓരോ ഇൻ്റർവെല്ലിൽ എടുത്താലും നമുക്ക് റാഷണൽ നമ്പേഴ്സും ഇറാഷണൽ നമ്പേഴ്സും ഉണ്ട് അല്ലേ. ഇനി റാഷണൽ നമ്പേഴ്സ് എങ്ങനെയാണ്, കൗണ്ടബിൾ ആണ്, അത് നമുക്കറിയാം. പിന്നെ എങ്ങനെയാണ്, ഓരോ റാഷണൽ എടുത്താലും അതിൻ്റെ തൊട്ടടുത്ത് ഇത്ര ചെറിയ ഇൻ്റർവെൽ എടുത്താലും ഒരു ഇറാഷണൽ എങ്കിലും ഉണ്ടാവും. അതായത് Q ഈസ് ഡെൻസ് ഇൻ R അല്ലേ, അതായത് Q ക്ലോഷർ ഇസ് ഈക്വൽ ടു R ആണ്. ഓക്കെ, ഇതൊക്കെ നമ്മുടെ മനസ്സിലുണ്ട്. ഇനി നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോവാണ് ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1 ഇഫ് എക്സ് ഈസ് റാഷണൽ. റാഷണൽ അപ്പോൾ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എങ്ങനെയാണ്, 0-1 ഇടയ്ക്കാണ് കേട്ടോ. അപ്പോൾ ഒരു 1/4 എന്ന് പറയുന്നത് ക്ലോസ്ഡ് ഇൻ്റർവൽ 0-1 എഫ് ഓഫ് 1/4 ആണ് ഞാൻ എടുക്കുന്നതെങ്കിൽ അതിൻ്റെ വാല്യൂ 1 ആണ്. ഇനി ഒരു ഇറാഷണൽ നമ്പറാണ് ഞാൻ എടുക്കുന്നതെങ്കിൽ അതിൻ്റെ എല്ലാത്തിൻ്റെയും വാല്യൂ 0 ആണ്. ഓക്കെ, ഇറാഷണൽ ഏത് ഇറാഷണൽ എടുത്താലും എഫിൻ്റെ വാല്യൂ 0 ആണ്. അങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വരും, ഓരോന്നിനും തൊട്ടടുത്ത് വെച്ചിരിക്കുന്ന ലൈൻ പോലെ വരും എന്ന് പറയാം നമുക്ക് വേണം, അല്ലെങ്കിൽ തൊട്ടടുത്ത് എന്ന് പറയാം അല്ലേ. പക്ഷേ ഡിസ്കണ്ടിന്യൂസ് ആണെന്ന് പറയാം അല്ലേ. ഓക്കെ, ഇനി അതിനൊരു പാർട്ടീഷൻ നമുക്ക് ഇൻ്റഗ്രൽ ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യുകയാണെങ്കിൽ എന്ത് വേണം, ലോവർ റീമാൻ ഇൻ്റഗ്രലും അപ്പർ റീമാൻ ഇൻ്റഗ്രലും ഈക്വൽ ആവണം. അപ്പോൾ റീമാൻ ഇൻ്റഗ്രൽസ് ഡിഫൈൻ ചെയ്യണമെങ്കിൽ തന്നെ നമുക്ക് എന്ത് വേണം, ഡോബോക്സ് സംസ് വേണം, ഒരു പാർട്ടീഷൻ വേണം. അപ്പോൾ പാർട്ടീഷൻ സ്റ്റാർട്ട് ചെയ്തു. പി ബി എനി പാർട്ടീഷൻ ഓഫ് ക്ലോസ്ഡ് ഇൻ്റർവൽ 0-1 പി x0 x1 എക്സെട്ര xn. ഓക്കെ, ദെൻ സ്മോൾ എം ഐ എടുത്തു. അപ്പോൾ ഇൻഫീമം വാല്യൂ എന്താ വരുള്ളൂ, ഏതിൻ്റെ ഇത് എടുത്താലും 0 ആണ് വരിക. സുപ്രീമം വാല്യൂ 1 വരും. ഓക്കെ, അപ്പോൾ എൽ ഓഫ് എഫ് പി എന്ന് പറയുന്നത് 0 ഇൻറ്റു x1 മൈനസ് x0 പ്ലസ് 0 ഇൻറ്റു അങ്ങനെ വരിക അല്ലേ, ദാറ്റ് ഈസ് 0 വരും. യു പി എഫ് എങ്ങനെ വരിക, സ്മോൾ ക്യാപിറ്റൽ എം ഐ എപ്പോഴും 1 ആണ് അല്ലേ, 1 ഇൻറ്റു xi മൈനസ് xi മൈനസ് 1 എന്ന് വരും. ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്താ വരിക നോക്കിയേ, x1 മൈനസ് x0, അടുത്തത് എഴുതി ഞാൻ x2 മൈനസ് x1, അടുത്തതും കൂടി എഴുതുന്നുണ്ട്, x3 മൈനസ് x2, അടുത്തതും കൂടി എഴുതുന്നുണ്ട്, x4 മൈനസ് x3 ലാസ്റ്റ് ഇട്ട്. അപ്പോൾ ഇവിടെ നോക്കിയേ x1 ക്യാൻസൽ ചെയ്തു, വേറെ കളർ ക്യാൻസൽ ചെയ്യാം അല്ലേ, x2 ക്യാൻസൽ ചെയ്തു, x3 ക്യാൻസൽ ചെയ്തു. ഈ ഒരു ഓർഡറിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കണം കേട്ടോ. ലാസ്റ്റ് ടേമിൻ്റെ തൊട്ട് മുമ്പത്തെ ടേം എന്താ വരിക, അപ്പം അവിടെ ഒരു x0 മാത്രമേ ബാക്കിയുള്ളേ. ലാസ്റ്റ് ടേം വരുന്നത് xn മൈനസ് 1 തൊട്ട് മുമ്പത്തെ ടേം എന്താ വരിക, xn മൈനസ് 1 മൈനസ് xn മൈനസ് 2 എന്നാണ് വരിക. അപ്പോൾ ഈ ടേമും ക്യാൻസൽ ചെയ്ത് പോകും. xn മൈനസ് 2 അതിന് മുമ്പായിട്ട് എല്ലാം ക്യാൻസൽ ചെയ്ത് പോയിട്ട് ലാസ്റ്റ് എന്തേ വരുള്ളൂ, xn മൈനസ് x0 മാത്രമേ വരുള്ളൂ. ദാറ്റ് ഈസ് 1 മൈനസ് 0 വിച്ച് ഇസ് ഈക്വൽ ടു 1. സോ LFP is equal to 0 and UFP is equal to 1.
Therefore, the lower Riemann integral is 0, which is not equal to the upper Riemann integral, which since lower Riemann integral is 0 and upper Riemann integral is 1, hence it is not Riemann integrable. That is, Dirichlet function is not Riemann integrable. അടുത്തത് നമ്മൾ ഇപ്പോൾ തൊട്ട് മുമ്പ് നമ്മൾ എന്താ പറഞ്ഞേ, സ്റ്റെപ്പ് ഫംഗ്ഷൻസ് റീമാൻ ഇൻറ്റഗ്രബിൾ ആണെന്ന് പറഞ്ഞു, ഡിറിഷ്ലെ ഫംഗ്ഷൻ റീമാൻ ഇൻറ്റഗ്രബിൾ അല്ല എന്ന് പറഞ്ഞു. അടുത്തൊരു റിസൾട്ട്, അതായത് ഒരു സീക്വൻസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ നമ്മൾ ചെക്ക് ചെയ്യാൻ പോവാണ്. സീക്വൻസ് എങ്ങനെയാണ്, റീമാൻ ഇൻറ്റഗ്രബിൾ ഫംഗ്ഷൻസിൻ്റെ സീക്വൻസിൻ്റെ ലിമിറ്റ് നമുക്കറിയാം, കണ്ടിന്യൂസ് ഫംഗ്ഷൻസിൻ്റെ ലിമിറ്റ് കണ്ടിന്യൂസ് ആണെന്നുള്ള പോലത്തെ പ്രോപ്പർട്ടീസൊക്കെ നമുക്കറിയാം അല്ലേ. അപ്പോൾ റീമാൻ ഇൻറ്റഗ്രബിൾ ഫംഗ്ഷൻസിൻ്റെ ലിമിറ്റ് റീമാൻ ഇൻറ്റഗ്രബിൾ ആവണം എന്നുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ അതിന് ഡിറിഷ്ലെ ഫംഗ്ഷൻ റീമാൻ ഇൻറ്റഗ്രബിൾ അല്ല എന്നറിയാം. ഡിറിഷ്ലെ ഫംഗ്ഷനിലേക്ക് കൺവേർജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മളൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്, സീക്വൻസ് ഓഫ് ഫംഗ്ഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ സെറ്റ് ഓഫ് റാഷണൽ നമ്പേഴ്സ് കൗണ്ടബിൾ ആയതുകൊണ്ട് നമ്മൾ ക്ലോസ് ഇൻ്റർവൽ 0-1 ഒരു കൗണ്ടബിൾ കളക്ഷൻ ഓഫ് റാഷണൽ നമ്പേഴ്സ് എടുത്തിരിക്കുകയാണ്. Q1, Q2, Q3 എക്സെട്ര. ഡെൻസ് ആയതുകൊണ്ട് ഇൻഫൈനൈറ്റ്ലി മെനി നമുക്ക് കണ്ടുപിടിക്കാമല്ലോ അല്ലേ. കൗണ്ടബിൾ ആയതുകൊണ്ട് നമുക്കിതുപോലെ Q1, Q2 എന്യൂമറബിൾ എന്ന് പറയുമ്പോൾ ഇതുപോലെ എന്നിലേക്ക് ഒരു മാപ്പിംഗ് അല്ലേ, Q1, Q2, Q3 അങ്ങനെ ഡിഫൈൻ ചെയ്തു. ഇറ്റ് മീൻസ് നമ്മൾ അങ്ങനെ ഒരു കളക്ഷൻ എടുത്തു. ഇനി സ്മോൾ എഫ് എൻ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത് ഇങ്ങനെയാണ്, ശ്രദ്ധിക്കുക. സ്മോൾ എഫ് എൻ എങ്ങനെയാണ്, സ്മോൾ എഫ് എൻ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 if x equal to qk for some qk 1 less than or equal to k less than or equal to n. അപ്പോൾ f1 ഓഫ് എക്സ് എന്താ വരിക, f1 ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 0 അതർവൈസ് ആണ് 1 ഇഫ് എക്സ് ഈക്വൽ ടു ക്യൂ കെ, ഒരു കോൺസ്റ്റൻറ്റ് പോലെയാണ്. എക്സ് ക്യൂ കെ ആണെങ്കിൽ ഒരു ഇൻ്റർവെൽ പോലെ, അപ്പോൾ ക്യൂ കെ എപ്പോഴാണ് 1 less than or equal to k less than or equal to 1 അല്ലേ. k 1 ആവുന്ന സ്ഥലത്ത് എക്സ് Q1 എന്ന് പറയുന്ന വാല്യൂ ആണ്. അപ്പം എക്സ് Q1-ലാവുമ്പോൾ ഫംഗ്ഷൻ്റെ വാല്യൂ f1 ഓഫ് എക്സ് 1 ആണ്, ബാക്കി 0 ആയിട്ടാണ് വരുന്നത് അല്ലേ. 0 അതർവൈസ് f2 ഓഫ് എക്സ് എന്താ വരിക, f2 ഓഫ് എക്സ് എന്ന് പറയുന്നത് 1 if x equal to qk 1 less than or equal to k less than or equal to 2. 1 less than or equal to k less than or equal to 2-ൽ x qk എന്നുള്ള വാല്യൂ ആണെങ്കിൽ f2 ഓഫ് എക്സിൻ്റെ വാല്യൂ 1 ആണ്, അതർവൈസ് 0 ആണ്. നമ്മൾ സ്റ്റെപ്പ് ഫംഗ്ഷൻ ഓൾറെഡി ഡിഫൈൻ ചെയ്തു. മാത്രമല്ല സ്റ്റെപ്പ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് പീസ് വൈസ് കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ ഹാവിങ് ഓൺലി ഫൈനൈറ്റ്ലി മെനി പീസസ്, ഇതാണ് സ്റ്റെപ്പ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ എഫ് എന്ന് പറയുന്നത് സ്റ്റെപ്പ് ഫംഗ്ഷൻ ആവും. പക്ഷേ ഇത് ഇപ്പോൾ സ്റ്റെപ്പ് ഫംഗ്ഷൻ റീമാൻ ഇൻറ്റഗ്രബിൾ ആയതുകൊണ്ട് റീമാൻ ഇൻറ്റഗ്രബിൾ ആവും. പക്ഷേ ഇത് ഇൻഫിനിറ്റിയിലേക്ക്, അല്ലെങ്കിൽ ഇത് കൺവേർജ് ചെയ്യുമ്പോൾ എങ്ങോട്ടാണ് വരിക, എങ്ങനെയാണ് വരിക, അത് കൺവേർജ് ചെയ്യുമ്പോൾ നമ്മുടെ ഡിറിഷ്ലെ ഫംഗ്ഷനിലേക്കാണ് വരിക. അതായത് ഏത് റാഷണൽ എടുത്താലും റാഷണൽ നമ്പേഴ്സിനൊക്കെ 1, ഇറാഷണലിന് 0 എന്നുള്ള കേസിലേക്കാണ് വരിക. അപ്പോൾ ഈ എഫ് എന്ന് പറയുന്നത് റീമാൻ ഇൻറ്റഗ്രബിൾ ആണ്, പക്ഷേ അത് കൺവേർജ് ചെയ്യുന്ന ലിമിറ്റ് ഡിറിഷ്ലെ ഫംഗ്ഷൻ ആണ്, അത് റീമാൻ ഇൻറ്റഗ്രബിൾ ആവണമെന്ന് നിർബന്ധമില്ല. ഇത് കൺവേർജ് ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മൾ പറയുക, ഇത് കൺവേർജ് ചെയ്യണമെങ്കിൽ ഇതൊരു ഇൻക്രീസിങ് സീക്വൻസ് ഓഫ് റീമാൻ, ഇപ്പോൾ റീമാൻ ഇൻറ്റഗ്രബിൾ ആണ് സ്റ്റെപ്പ് ഫംഗ്ഷൻ ആയതുകൊണ്ട് അത് ഇൻക്രീസിങ് സീക്വൻസ് ആണ്. മാത്രമല്ല മോഡുലസ് ഓഫ് എഫ് എന്നിൻ്റെ മാക്സിമം വാല്യൂ എന്താണ്, 1 ആണ്, അത് ബൗണ്ടഡും ആണ് അല്ലേ. ഇൻക്രീസിങ് സീക്വൻസ് വിച്ച് ഇസ് ബൗണ്ടഡ് ആണ്. ഓക്കെ, അപ്പോൾ അത് കൺവേർജൻ്റ് ആണ്, കൺവേർജ് ചെയ്യുന്നത് ഡിറിഷ്ലെ ഫംഗ്ഷനിലേക്കാണ്. പക്ഷേ നമ്മുടെ ഡിറിഷ്ലെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് റീമാൻ ഇൻറ്റഗ്രബിൾ അല്ല. അതായത് റീമാൻ ഇൻറ്റഗ്രബിൾ ഫംഗ്ഷൻസിൻ്റെ ലിമിറ്റ് റീമാൻ ഇൻറ്റഗ്രബിൾ ആവണമെന്ന് നിർബന്ധമില്ല. ഓക്കെ.